നമസ്കാരം. അണ്ടകടാഹത്തെ പടച്ച് പരിപാലിക്കുന്ന സർവശക്തന് സ്തുതി. മുത്തശ്ശി കഥകളിലെ ഭൂതകാലങ്ങൾക്ക് വിട. ലോകം മുഴുവൻ വിരൽത്തുമ്പിലെ ക്ലിക്കിൽ നിയന്ത്രിക്കപ്പെടുന്ന ഇന്ന് ഇൻ്റർനെറ്റും ചാനൽ വിപ്ലവവും കൂലം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കും മാറാതെ വയ്യ ഒരു മാറ്റത്തിനു വേണ്ടി. അക്ഷരങ്ങളുടെ മിടിപ്പുകൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നവർക്ക് ദൃശ്യ ശ്രാവ്യ സാങ്കേതിക വിദ്യയുടെ മിശ്രണത്തിൽ പുത്തൻ ഉണർവേയിക്കൊണ്ട് It is quite happy to note that you are going to release a digital video magazine on behalf of Sulla Muslim B.Ed College. I understand this seems to be a new dimension in the college magazines. Hitherto we had only printed version of the college magazines. In this digitized world, I think this magazine will be a trendsetter. I wish all the best for this new effort. കിതപ്പടങ്ങാത്ത ചാലിയാർ. സായാഹ്നങ്ങൾ എന്നും ദുഃഖാർദ്രമാണ്. ഇടനെഞ്ചിലെന്നും നഷ്ടവ്യഥയുടെ കനൽ കോരിയിട്ടേ പടിഞ്ഞാറിൻ്റെ കവിൾ ചുവക്കാറുള്ളൂ. വിശ്വഗോളത്തെയൊന്നാകെ ഇരുൾ വിഴുങ്ങുമ്പോൾ മനസ്സിൽ വെളിച്ചവും അണഞ്ഞുപോകുന്നത് പോലെ എത്ര മനോഹരമായാണ് ഈ പ്രകൃതിയെ അല്ലാഹു മനുഷ്യനായി സംവിധാനിച്ചത്. ഉപരിസൂചിത ഖുർആൻ സൂക്തങ്ങളിലൂടെ ഇതേക്കുറിച്ച് പഠിക്കാൻ അല്ലാഹു മനുഷ്യർക്ക് പ്രചോദനം നൽകുന്നു. ഇന്ന് ഞങ്ങളുടെ സായാഹ്നം ചാലിയാർ തീരത്തായിരുന്നു. ഒരു കാലത്ത് ഒരു സമൂഹത്തിന്റെ മുഴുവൻ അഭിലാഷങ്ങളും ആശകളും നെഞ്ചേറ്റിയ ചാലിയാർ ഇന്ന് വല്ലാതെ കിതയ്ക്കുന്നുണ്ട്. ഒരിക്കൽ ബിർളയുടെ മാലിന്യം മുഴുവനും ചാലിയാറിന്റെ മാറിലേക്കായിരുന്നു ഒഴുകിയിരുന്നത്. ഒരു ജനതയുടെ മുഴുവൻ ജീവൻ നൽകേണ്ടി വന്നു ഈ ഭീമനെ നാടുകടത്താൻ. റഹ്മാൻ സാഹിബിനെ പോലുള്ള എത്ര വ്യക്തിത്വങ്ങളെ നമുക്ക് നഷ്ടമായി. മഴനോവുകൾ. പുറത്ത് മഴയുടെ ആരവം കേട്ടാണ് ഞാൻ ജാലകം തുറന്നത്. പരീക്ഷയുടെ ചൂടിൽ ഒന്നിലും ശ്രദ്ധിക്കാതിരുന്ന ഞാൻ കേൾക്കാൻ കൊതിച്ചൊരു വിളി പോലെ മഴയ്ക്ക് കണ്ണും കാതും കൊടുത്തു. ഞാൻ മഴയോട് ചോദിച്ചു, എന്തേ ഈയിടെ നീ എൻ്റെ സ്വപ്നങ്ങളിൽ വരാറേയില്ല? എൻ്റെ സ്വപ്നങ്ങളിൽ എന്നും നീയൊരു കൂട്ടായിരുന്നല്ലോ. നിന്റെ സാന്നിധ്യത്തിലായിരുന്നല്ലോ ഞങ്ങൾ സംസാരിച്ചത്. അത്രയും കുസൃതി നിറഞ്ഞ അവൻ്റെ പൊട്ടിച്ചിരിയും മൊഴികളും എന്നും നീ ഏറ്റുപിടിച്ചിരുന്നില്ലേ? പിന്നീടെപ്പോഴോ അവൻ എന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ കരഞ്ഞു. പ്രകൃതിയുടെ മൗനം. മഞ്ഞിൻ പൂങ്കാവനത്തിൽ മുങ്ങി കുളിച്ചു കേറി. മഞ്ഞിൻ പൂങ്കാവനത്തിൽ മുങ്ങി കുളിച്ചു കേറി.
പുതിയ കാലത്തെ അത്ഭുതകരമായി മാറിമറിഞ്ഞ ഒരു കാലം എന്ന് നാം വിശേഷിപ്പിക്കാറുണ്ട്. ബാഹ്യമായ നിരീക്ഷണങ്ങളുടെ വർണ്ണപ്പകട്ടിൽ മനസ്സ് അടിമപ്പെട്ടു പോവുക ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആന്തരിക യാഥാർത്ഥ്യത്തിൻ്റെ സത്യസന്ധത ഉൾക്കൊള്ളാനാവും. തിരസ്കരിക്കപ്പെടുന്ന വാർദ്ധക്യം. സ്വാർത്ഥത മുഖമുദ്രയായ ആധുനിക സംസ്കാരത്തിൽ അഗതികളും നിരാലംബരും വയോവൃദ്ധരും അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പവിത്രമായ കുടുംബ ബന്ധങ്ങളുടെ അഭാവം അതിന് ആക്കം കൂട്ടിയിരിക്കുന്നു. തൽഫലമായി ആരോഗ്യമില്ലാതെ മതിയായ ചികിത്സ കിട്ടാതെ വൃദ്ധരായ രോഗികൾ കഷ്ടപ്പെടുകയാണ്. പലരും അന്ത്യനിമിഷങ്ങളിൽ പോലും അവഗണനയുടെ കയ്പുനീർ കുടിച്ചുകൊണ്ടാണ് ഇഹലോകത്ത് നിന്ന് യാത്രയാവുന്നത്. യുവത്വത്തിന്റെ പ്രസരിപ്പിൽ സ്വന്തം കർത്തവ്യങ്ങൾ മറന്ന് ജീവിച്ചവരിൽ പലർക്കും ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അതിൻ്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വരുന്നു. പ്രായമെത്തിയിട്ടും ഒരു കുടുംബജീവിതം നയിക്കാൻ വൈമനസ്യം കാട്ടിയ പലരും ഇന്ന് തനിക്ക് വന്നുപെട്ട ഗതിയോർത്ത് വിലപിക്കുന്നു. മക്കളോ ജീവിത പങ്കാളിയോ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നുവെന്ന് ഇവർ സാക്ഷ്യം വഹിക്കുന്നു. ജീവിതം അതൊരു മെഴുകുതിരി പോലെയാണ്. ദിവസവും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരി പോലെ. അത് കത്താൻ തുടങ്ങുമ്പോഴുള്ള ഒരു ചെറുനാളം പോലെ ജീവിതവും അതിൻ്റെ ലോകത്തേക്ക്, പ്രാരാബ്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും ലോകത്തേക്ക് ചുവടുവെക്കുന്നു, പുതിയൊരു ചെറുനാളത്തോടു കൂടി.